CPM പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ തന്റെ ശരീരഭാഷ ശരിയല്ലെന്ന് സ്വന്തം വീട്ടിൽ നിന്ന് പോലും അഭിപ്രായം ഉയർന്നു എന്ന് സമ്മതിക്കുകയാണ് MV ഗോവിന്ദൻ. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഈ തുറന്നു പറച്ചിൽ. ജില്ലാ കമ്മിറ്റിയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിണറായിസം തിരിച്ചടിയായെന്ന് വിമർശനം ഉയർന്നു. കനത്ത തോൽവിക്ക് കാരണം പിണറായി വിജയന്റെ വൺ മാൻ ഷോ ആണ്. പിണറായി തീരുമാനിക്കുന്നത് പാർട്ടി തീരുമാനമായി മാറുന്നു. സർക്കാർ എന്നാൽ പിണറായി വിജയൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. കൂടാതെ ശൈലജ ടീച്ചറെ ഒതുക്കാൻ നേതൃത്വം ഒത്തുകളിച്ചെന്നും ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷമായ വിമർശനമുണ്ടായി. രണ്ടാം പിണറായി സർക്കാരിൽ ശൈലജയെ മന്ത്രിയാക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് പുതിയ വ്യവസ്ഥ കൊണ്ടുവന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ അഭാവം പാർട്ടി അറിയുന്നുണ്ട്. നേതാക്കൾ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന നിലപാട് കോടിയേരി ഒരിക്കലും സ്വീകരിക്കില്ലായിരുന്നുവെന്നും വിമർശനമുയരുന്നു. ഇതിന് പിന്നാലെ നേതാക്കളുടെ സംസാര ശൈലി മാറണമെന്ന് MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. DYFIയുടെ പ്രവർത്തന രീതി കുറച്ചുകൂടി മെച്ചപ്പെടണം. യുവജനങ്ങൾക്കിടയിൽ DYFI സംഘടനാപരമായി ഇറങ്ങിച്ചെല്ലണം. പൊതിച്ചോർ വിതരണത്തിനും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും അപ്പുറം ഇടപെടലുകൾ DYFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തന്റെ പെരുമാറ്റത്തിൽ മാറ്റം ആവശ്യമാണെന്ന് MV ഗോവിന്ദൻ സ്വയം വിമർശനമായി കമ്മിറ്റിയിൽ പറയുകയും ചെയ്തു. എന്റെ വീട്ടിൽ നിന്ന് പോലും താൻ വിമർശനം കേൾക്കാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണാടിയിൽ നോക്കാറുണ്ടോ എന്ന് മകൻ ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. പത്രസമ്മേളനങ്ങൾ വീണ്ടും കണ്ടു നോക്കണമെന്ന് മകൻ പറഞ്ഞെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനങ്ങളിലെ തന്റെ ശരീരഭാഷ ശരിയായില്ല. ഇനി മുതൽ കൂടുതൽ പക്വതയോടെ പെരുമാറുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ചിലർ ചിരിച്ച് വാർത്താ സമ്മേളനം നടത്തണം എന്ന് പറയും. ചിലർ പറയും ഗൗരവത്തിലാണ് വാർത്താ സമ്മേളനങ്ങൾ നടത്തേണ്ടതെന്ന്. അതിന്റെ കൺഫ്യൂഷൻ എല്ലായ്പ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരോട് തിരിച്ച് ചോദ്യം ചോദിക്കുന്ന പരിപാടി ഞാൻ ഇതോടെ ഒഴിവാക്കുകയാണ്. അത് വാർത്താ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം സാധാരണ ഞാനത് പിന്നീട് കാണാറില്ല. എന്നാൽ ഇനി കാണാൻ ശ്രമിക്കുമെന്ന് കൂടെ ഗോവിന്ദൻ പറയും. വലിയ വിമർശനങ്ങൾക്കിടയിലും MV ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് മുന്നിൽ മനസ്സ് തുറന്നത് വളരെ ശ്രദ്ധേയമായി മാറുകയാണ്. അതുപോലെ വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ തോൽക്കുമെന്ന് തന്റെ ഭാര്യ PK ശ്യാമളക്ക് അറിയാമായിരുന്നുവെന്നും ഗോവിന്ദൻ പറഞ്ഞു. വോട്ടെടുപ്പിന് മുമ്പ് തന്നെ തോൽക്കുമെന്ന് പാർട്ടിക്ക് അറിയാമായിരുന്നിട്ടും തന്നെ പറ്റിച്ച് സ്ഥാനാർത്ഥിയാക്കിയെന്ന് ശ്യാമള പറഞ്ഞതായും ഗോവിന്ദൻ വെളിപ്പെടുത്തി. പിണറായി വിജയനെതിരെയും രൂക്ഷമായ വിമർശനം ഉയർന്നു. പിണറായിക്ക് മാത്രം എന്ത് പ്രത്യേകതയാണുള്ളത്? പ്രായപരിധിയിൽ എന്തിന് പിണറായിക്ക് മാത്രം ഇളവ് നൽകിയെന്നും ചോദ്യമുണ്ടായി. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. എന്നാൽ പിണറായി അല്ലാതെ മറ്റാരെ പ്രതിപക്ഷ നേതാവാക്കും എന്നായിരുന്നു ഇതിനോടുള്ള MV ഗോവിന്ദന്റെ മറുചോദ്യം.